തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നു. ഇവരോ? നിങ്ങൾ ആരാ? ചോദിച്ച കേട്ടില്ല ആരാന്നാ? നിങ്ങൾ ആരാന്ന്? ഇവിടെ നിങ്ങളുടെ കുട്ടി പഠിക്കുന്നുണ്ടോ? ഇവിടെ ഇവരുടെ കുഞ്ഞൊന്നുമില്ല. ഞാൻ ഇവരെ മുൻപ് കണ്ടിട്ട് പോലുമില്ല. ഇവര് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ്. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയേനെ. ആണോ? നീ കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നാണോ? പോലീസിനെ വിളിക്കാ വേണ്ടതാ. ഇവിടെ കൈയോടെ പോലീസ് ഏൽപ്പിക്കണം. എന്താ ടീച്ചർ, എന്താ പ്രശ്നം? ഈ സ്ത്രീ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. എടി കള്ളി, വാ ഇങ്ങോട്ട്. എനിക്ക് പോണം. അല്ലേ, പോലീസിനെ വിളിക്കേ. പോലീസിനെ വേഗം വിളിച്ചേ. അവിടെ നിക്ക. ഇവിടെ കെട്ടിയിടുക വേണ്ടത്. നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട്? സത്യം പറഞ്ഞോ? എന്നെ വിട്. ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വന്നതാ. മിണ്ടി പോകരുത്. നിന്റെ കുഞ്ഞൊന്നും ഇവിടെ ഇല്ല. പിടിക്കപ്പെടുമെന്നായപ്പോ കള്ളം പറയുന്ന കണ്ടില്ലേ? ഇവള് പിള്ളേരെ പിടിക്കാൻ വന്നത് തന്നെയാ. ഇവരുടെ വേറെ ആളുകൾ കാണും. ഏതായാലും കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാഞ്ഞത് ഭാഗ്യം. സത്യം പറ, നീ സ്ഥലം നോക്കി വെച്ചിട്ട് നിന്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാനായിരുന്നില്ലേ നിന്റെ പ്ലാൻ? ഇവളെയൊന്നും വെറുതെ വിടരുത്. അടിച്ചു കൊല്ലുക വേണ്ടത്. എന്നെ വിട്. എനിക്ക് പോണം. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. അടങ്ങി നിക്കടി അവിടെ. കൈ നോവുന്നു. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അച്ഛൻ അർച്ചന, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? ആരാ ചെയ്തേ? ഇവിടെ അഴിക്കുന്നത് ഇവിടുന്നേ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് ശ്രമിച്ചാണ് അവളെ കെട്ടിയിട്ടത്. പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. എന്നെ അഴിച്ചു വീട് സച്ചേട്ടാ. അങ്ങനൊന്നും അല്ല, ഇതെന്റെ ഭാര്യ. അത് ശരി. അപ്പം ഭാര്യയും ഭർത്താവും കൂടിയാ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇറങ്ങിയത് അല്ലേ? നിങ്ങൾ ആരും കരുതുന്ന പോലെ ഇവള് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതൊന്നും അല്ല. ഇവൾ എന്റെ സഹോദരിയാ. ഈ നിൽക്കുന്നത് ഇവളുടെ ഭർത്താവും. നഷ്ടപ്പെട്ട കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ് വിശ്വസിക്കണം. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയാണത്. മാനസിക നില തെറ്റിയ ഈ പാവത്തിനെ ഇങ്ങനെ കെട്ടിയിട്ടത് വളരെ മോശമായിപ്പോയി. ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾ എടുത്തു വളർത്തിയ കുട്ടിയെ ഇന്നലെ പോലീസ് കൊണ്ടുപോയി. ആ വെപ്രാളത്തിൽ രാവിലെ കുട്ടിയെ കാണാൻ ഇറങ്ങിയത് അവള്. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകനാണ് ഞാൻ. ഇതിന്റെ ഭാര്യയാണ്. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം. നിങ്ങൾ പറഞ്ഞ സത്യമാണോ? നെയ്ശ്ശേരിയിലെ സേതുമാധവന്റെ മകനാണോ നിങ്ങൾ? ആ ആ അതെ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. ദയവ് ചെയ്ത് നിങ്ങൾ പോലീസിനെ വിളിക്കരുത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇവള്. ദയവ് ചെയ്ത് ഇവള് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണം. നിങ്ങൾക്കുണ്ടായ എല്ലാ വിഷമത്തിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി പോലീസ് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. അയ്യോ, അങ്ങനെ പറയില്ലേ ചേച്ചി. നിങ്ങളും ഒരു സ്ത്രീയല്ലേ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ? നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറില്ലേ? അർച്ചന വാ. വിട്. എന്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ വരില്ല. അർച്ചന, അർച്ചന അവളെ. എന്തായാലും നെല്ലിശ്ശേരിയിലെ മകനും മരുമകളും ആണെന്നല്ലേ പറഞ്ഞത്? സത്യമായിരിക്കും.
അത് നിങ്ങളുടെ കുഞ്ഞാണോ? മാഡം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ കുഞ്ഞിനെ വളർത്തിയത് ഞങ്ങളാണ്. ആരോ ഉപേക്ഷിച്ചു പോയ ആ കുഞ്ഞിനെ നിങ്ങളുടെ ഭാര്യ എടുത്തോണ്ട് പോയി. കുറച്ചു ദിവസം അത് നിങ്ങളുടേതായി വളർത്തി. അല്ലാതെ ബയോളജിക്കലി നിങ്ങൾക്ക് ആ കുട്ടിയുടെ മേൽ യാതൊരു അവകാശവും ഇല്ല. പിന്നെ എങ്ങനെ അത് നിങ്ങളുടെ കുട്ടിയാവും? ഞങ്ങളവളെ സ്വന്തം മോളെ പോലെ വളർത്തിയത്. എന്റെ വൈഫിന് അവളെ ജീവനാണ്. അവളെ നഷ്ടപ്പെട്ട നിമിഷം മുതൽ ആകെ മാനസിക നില തെറ്റിയതുപോലെയാ എന്റെ ഭാര്യ. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തിരിച്ചു വേണം. ഒരു രാജകുമാരി പോലെ ഞങ്ങൾ അവളെ വളർത്തിക്കൊള്ളാം. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇവിടെ ചില നിയമങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയില്ലായിരുന്നോ? ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. മാഡം, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം.